ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 47 മുതൽ 50 വരെയുള്ള സ്നേഹവീടുകളുടെ ശിലാസ്ഥാപനം നടന്നു. 49ാമത് വീടിന്റെ ശിലാസ്ഥാപനം മുത്തോലി പഞ്ചായത്തിലെ മീനച്ചിലിൽ ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു. സ്നേഹദീപം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യ സേവനത്തിന്റെ യഥാർത്ഥ നേർസാക്ഷ്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി അഭിപ്രായപ്പെട്ടു. സെബാസ്റ്റ്യൻ പുരയിടം നൽകിയ സ്ഥലത്താണ് മുത്തോലി പഞ്ചായത്തിലെ 10ാം സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മീനച്ചിൽ പള്ളി വികാരി ഫാദർ തോമസ് പരുത്തിപ്പാറ ചെറിയുടെ വെഞ്ചരിപ്പ് നടത്തി. സ്നേഹദീപം മുത്തോലി പ്രസിഡന്റ് സന്തോഷ് കാവുകാട്ട് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. 47ാം സ്നേഹവീടിന്റെ ശിലാസ്ഥാപന കർമ്മം കൊഴുവനാൽ പഞ്ചായത്തിലെ മേവടിയിൽ ചേർപ്പങ്ങ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് കെ ജെ ജോൺ ഗോയിക്കൽ നിർവഹിച്ചു. കൊഴുവനാൽ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിക്കുന്ന 25ാമത്തെ സ്നേഹവീടാണിത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ അധ്യക്ഷനായിരുന്നു. 48ാം സ്നേഹവീടിന്റെ ശിലാസ്ഥാപന കർമ്മം കരൂർ പഞ്ചായത്തിലെ ഇടനാട്ടിൽ മാണിസിക്കാപ്പൻ എം എൽ എ നിർവഹിച്ചു. ഡേവിഡ് പാലത്ത് ഭരണങ്ങാനം സംഭാവന നൽകിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന കരൂർ പഞ്ചായത്തിലെ ആദ്യ സ്നേഹവീടാണിത്. യോഗത്തിൽ സ്നേഹദീപം കരൂർ പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷനായിരുന്നു. 50ാം സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം മീനച്ചിൽ പഞ്ചായത്തിലെ പൂവണിയിലും ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് നിർവഹിച്ചു. പൂവണിയിൽ തിരുഹൃദയമഠ സംഭാവന നൽകിയ 6 സെന്റ് സ്ഥലത്താണ് സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള മീനച്ചിൽ പഞ്ചായത്തിലെ ആദ്യ സ്നേഹവീടിന്റെ നിർമ്മാണം നടക്കുന്നത്. യോഗത്തിൽ സ്നേഹദീപം മീനച്ചിൽ പ്രസിഡന്റ് ഷിബു ബോലി അധ്യക്ഷനായിരുന്നു. പൂവരണി പള്ളി വികാരി ഫാദർ മാത്യു തെക്കൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറന്റ് സിസ്റ്റർ ലിസ്ബത്ത് കടുക്കുകുന്നൽ, മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജ ബോധാനി തുടങ്ങിയവർ പ്രസംഗിച്ചു.